ജസ്ന സലീമിനെ കുറിച്ച് ഇച്ചിരി വാക്ക് പറയണമെന്ന് തോന്നി. ജസ്ന സലീമിനെ എല്ലാവർക്കും അറിയാം. ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയും കൃഷ്ണൻ്റെ പടം വരയ്ക്കുകയും എന്നിട്ട് അതിന് ഗുരുവായൂർ അമ്പലത്തിൽ കൊടുത്ത കാര്യങ്ങളും അതുപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ജസ്ന സലീം പടങ്ങൾ വരച്ച് കൈമാറുന്നുണ്ട്. ലക്ഷങ്ങളൊക്കെ വാങ്ങിക്കുന്നെന്നാണ് പറയണത്. ആ കുട്ടിയുടെ കഴിവ് അതൊക്കെ വരയ്ക്കണത്. എന്നിട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളായി. ഗുരുവായൂർ അമ്പലത്തിൽ ഈ പെൺകുട്ടി കോടതി വിലക്കി, ഇങ്ങനെ അമ്പലത്തിൽ കയറരുത് എന്നൊക്കെ പറഞ്ഞ് വിലക്കി. റീൽസ് ഇടക്കവും അതുപോലെ അവിടെ ചെന്ന് ഗുരുവായൂർ ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാം യൂട്യൂബ് ചാനലിലൂടെയും അല്ലാതെയൊക്കെ പബ്ലിക്കാക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങളായതാണ്. ഈ ജസ്ന സലീം കൂടെ ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ട്. മുൻപ് ഇതുപോലെ കൈഞ്ഞരമ്പാങ്ങാണ്ടേയൊക്കെ മുറിച്ചു, അങ്ങനെ ഹോസ്പിറ്റലിലായി. പിന്നെ അതിന് ശേഷവും പിന്നെ ഗുളികകളാങ്ങാണ്ടേയൊക്കെ വാരി കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അത് എനിക്ക് തോന്നുന്നു ഹോമിയോ ഗുളികയോ അങ്ങനെ എന്തൊക്കെയോ ആണ്, വാരിക്കല്ല് കസ്തൂരിയാതി ഗുളിക പോലത്തെ അങ്ങനെയൊക്കെയുള്ള ഗുളികകളൊക്കെ വാരി കഴിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ച് അതേ ലസിത പാലക്കലുമായിട്ടുള്ള സംഭവത്തിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്ന എന്തോ പ്രശ്നങ്ങളാണ്. എനിക്കിതൊന്നും ഞാൻ കാണാറില്ലായിരുന്നു. ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കി പോയ വഴിക്ക് ഇത് കണ്ടതാണ്, ലസിത പാലക്കലിൻ്റെ ഇത്. അതുപോലെ ഈ ജസ്ന സലീമിൻ്റെ 1-2 വീഡിയോസുകൾ ഞാൻ കാണുള്ളായിരുന്നു. അത് ഈ ഗുരുവായൂർ പ്രശ്നം നടക്കുന്ന സമയത്ത്. അല്ലാതെ ഒന്നും ഞാൻ കാണാനൊന്നും അങ്ങനെ പോവുകയോ എനിക്ക് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അതിനു മുമ്പ് കുറച്ച് വിവാദങ്ങളായി. ലസിത പാലക്കൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരെയും പറയുന്ന കാര്യങ്ങളാണ് ലസിത വന്നിരുന്ന് പറയുന്നത്. ജസ്നയെ കുറിച്ച് എന്തൊക്കെയോ മോശമായ രീതിക്ക് പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് ഈ ജസ്ന സലീം വന്ന് യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് ഞരമ്പ് മുറിച്ച് ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്നത്. ഈ ഒരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. അനുഭവിക്കാൻ കൂടും. നാളെ ജസ്ന തന്നെ എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ ജസ്നയെ പേടിപ്പിക്കാൻ അവരും ഇതേ വഴി തിരഞ്ഞെടുക്കും. അത് കാര്യമായി പോയാൽ ആ നഷ്ടം മാർക്കാണ്. ജസ്നയ്ക്ക് മാത്രമല്ല, ആ സമയം ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയും. ഇപ്പം നിങ്ങൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ്. ലിസ പലകൾ പറയുന്നത് അമ്മയും അതുപോലെ മക്കളെക്കുറിച്ചുമൊക്കെ ഈ ജസ്ന സലീമാനെ ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വീഡിയോസുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ജസ്ന സലീം ബാക്കിയുള്ളവരെ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ മുമ്പൊരു വീഡിയോ കാണാനിടയായി, ഷെബീന ബീവിയുടെ മകനെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ. അത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടകരമായ ഒരു കാര്യമാണ്. ഈ ഷെബീനയുടെ മകനെന്ന് പറഞ്ഞാൽ ഞാൻ 1-2 വീഡിയോയൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. നല്ല മക്കൾ 2 പേരും അങ്ങനെ തന്നെ. എനിക്ക് വേറൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. 2 പേരും നല്ല മര്യാദയുള്ള 2 മക്കളാണ്. അവരെ കാര്യം നോക്കി കഴിയുന്നു. അതുപോലെ ഷെബീന കണ്ട കാര്യങ്ങൾ വിളിച്ച് പറയും. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും, ശരിയാണെങ്കിൽ ശരിയാണെന്ന് ചൂണ്ടിക്കാണിക്കും. ഷെബീനയുടെ മക്കളാ ഷെബീന അത്രയ്ക്കാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ മൂത്ത മോനൊക്കെ ഭയങ്കര കാര്യമാണ്. ഈ ഉമ്മായും കൊണ്ട് ഒരേ സ്ഥലത്ത് പോവാനും അതൊക്കെ ഞാൻ കാണും. പിന്നെ ഈ കുട്ടി, ഈ മൂത്ത മോൻ വേറും പാവമാണ്. മൂത്തതും അങ്ങനെ തന്നെ, ഇളയതും അങ്ങനെ തന്നെ. ഷെബീന ആ ഒരു രീതിക്കാണ് പഠിപ്പിച്ചെടുത്തത്. പക്ഷേ ഈ ജസ്ന സലീം എന്തോ വാശിയുടെ പുറത്ത് ഇരുന്നും കൊണ്ട് ഈ മക്കളെ വലിച്ചഴയ്ക്കുകയും ഈ മോനെക്കുറിച്ച് അങ്ങ് അനാവശ്യങ്ങൾ പറയുകയും എന്തേലും അവളെ വിളിക്കുമെന്നും അതുപോലെ അവരെ വീട്ടിൻ്റെ അടുത്ത് വന്നെന്നോ അനാവശ്യം പറഞ്ഞെന്നോ. എന്തിനാണില്ല കഥകൾ നീ പറയണത്? നീ ഒരുപാട് വീഡിയോ ഷെബീനയെക്കുറിച്ചൊക്കെ ചെയ്തിരുന്നു. ഇതിനാണ് ആവശ്യമില്ലാത്ത വാക്കുകൾ. ആ കുട്ടികൾ നല്ല മര്യാദയുള്ള കുട്ടികളാണ്. അതിനങ്ങനെ തന്നെയാണ് ഷെബീന വളർത്തിയത്. അത് ഉമ്മായും മോനും ഒരമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ഒരു മോനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസുകൾ ഓരോരുത്തരും ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഉമ്മായും മോനെയും കുറിച്ച് പറയുന്നതും. എനിക്കും ഉണ്ട് ഒരു മോന്, 27 വയസ്സായ ഒരു മകനുണ്ട് എനിക്ക്. വൃത്തികെട്ട രീതിക്കിരുന്ന് ജസ്ന സലീം വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടു. പക്ഷേ ഷെബീനക്ക് വേണമെങ്കിൽ പറയാം, ജസ്ന സലീമിനും ഉണ്ട് ഒരു മോനും ഒരു മോളും. ആ മക്കളെക്കുറിച്ച് പിന്നെ ഷെബീന ഒന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ മോനെക്കുറിച്ച് വേണമെങ്കിൽ ഷെബീനക്ക് പറയാം. ഷെബീന പക്ഷെ അങ്ങനെ ഒന്നും പറയുന്നില്ല. അതുപോലെ ജസ്ന ആത്മഹത്യ ചെയ്യാനായിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ
ബ്ലേഡ് മുറിയണില്ലായിരുന്നായിരിക്കും. എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു ജസ്നാക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി. അപ്പോൾ ആ ഷെബീനെ എന്ത് സഹിക്കണം? പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്നും ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട്, ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ. പിന്നെ ഈ ബാക്കിയുള്ളവരെ കുറിച്ച് ഈ ജസ്ന സലീം ഞാൻ കണ്ടിട്ടുണ്ട് ലൈവിലിരുന്ന് എന്തെല്ലാം വിളിച്ച് പറയുന്ന. ഒരാളല്ല വേറൊരാളും കൂടെ ചേർന്നിരുന്നിട്ട്, എനിക്ക് അവരെന്ന് അറിഞ്ഞെന്നും കൂടെ ഇരുന്നിട്ട് എന്തെല്ലാം വൃത്തികേടാണ് ഇരുന്നുകൊണ്ട് ആ ഷെബീന ബീവിയെ കുറിച്ചൊക്കെ അങ്ങ് അവരെ മോനെ കുറിച്ചും ഒക്കെ അങ്ങ് വീഡിയോ ചെയ്യണത്. പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്താണ് കേസ്, നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് എസ്ഐനോട് പറഞ്ഞു, ഇതെനിക്ക് FIR ഇട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ്, നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. സാജനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു, സാജനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു? ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജനെ അറസ്റ്റ് ചെയ്തത്? സാജനെ അറസ്റ്റ് ചെയ്തത് ഒരു സ്ത്രീയോട് അപമര്യാദയായി എന്ത് പെരുമാറി എന്നാണ് പറഞ്ഞത്. സാജൻ സാർ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? സാജൻ സാർ ഇതുവരെ ആരോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. കണ്ട കാര്യങ്ങളും സാജൻ സാറ് ഒരു യൂട്യൂബ് ചാനലിലൂടെ വിളിച്ചു പറയും. അതാണ് പറയണത്. എവിടെയെങ്കിലും നടന്ന സംഭവങ്ങളായിരുന്നാലും ശരി തന്നെ, അത് സത്യം പോലെ വിളിച്ചു പറയുന്നതാണ്. ഈ ജസ്ന സലീം പറയുന്നത് സാജൻ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജനെ അറസ്റ്റ് ചെയ്തത്. അത് വേറെന്തോ ഒരു കേസാണ്. അത് വെട്ടി തുറന്ന് സാജൻ സാറ് പറഞ്ഞത് കൊണ്ടാണല്ലോ. അത് അപമര്യാദയായിട്ടൊന്നും പെരുമാറിയില്ല. പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി പറയണേ. ഹണി റോസിന് എങ്ങനെ നീതി കിട്ടി? അപ്പോൾ സാധാരണക്കാരായ കൈ മുറിഞ്ഞത് പറയും. സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു. നീ എല്ലാരെയും പറഞ്ഞല്ല, എല്ലാരെയും തള്ളയ്ക്കും തന്തയ്ക്കും മക്കൾക്കും എല്ലാരെയും നീ വിളിച്ചല്ലോ. പോലീസുകാർ വന്ന് എൻക്വയറി നടത്തും, FIR ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലസിത പാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ പിന്നെ ലസിത പാലക്കലിൻ്റെ കാല് പിടിക്കണം. അവരെയൊക്കെ അമ്മയും മക്കളെയൊക്കെ നീ പറഞ്ഞതിൻ്റെ പേരിലാണ് നിന്നെയും തിരിച്ച് പറഞ്ഞ. അതിന് നീ എങ്കിന്നാ ഇവരൊക്കെ എന്നേ കേസ് കൊടുക്കാമായിരുന്നു. ഈ ഷെബീന ബീവി ലസിത പാലക്കിലൊക്കെ എന്നേ കേസ് കൊടുക്കാമായിരുന്നു. നിനക്ക് മാത്രം എല്ലാം ആവും അല്ലേ? അപ്പം നിനക്ക് പിടിബലമുണ്ട്, അവർ അങ്ങനെ ഇറങ്ങുന്നില്ല, അതുകൊണ്ടായിരിക്കും. കൃഷ്ണനെ വരയ്ക്കുന്നത് എന്നല്ല ലസിത പാലക്കിലും എല്ലാവരും പറയണം. അത് ഗുരുവായൂർ അമ്പലത്തിൽ അവരെ മതത്തിനെയൊക്കെ ഒരുമാതിരി ആക്ഷേപിച്ചും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ പിന്നെ ചെന്ന് റീൽസ് എടുക്കുകയും കേൾക്കുന്ന അവരിലുള്ളവരൊക്കെ എന്തുകൊണ്ട് കേക്കും കട്ട് ചെയ്ത് റീൽസ് എടുക്കുന്നില്ല, അതിനെക്കുറിച്ചായിരിക്കും അവർ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ അവരെ തള്ളയ്ക്കും തന്തയ്ക്കും മക്കൾക്കും എല്ലാം വിളിച്ചിട്ട് അവർ തിരിച്ച് നിൻ്റെ മക്കളെ അല്ലെങ്കിൽ നിന്നെ വല്ലതാ പറയുമ്പം നിനക്ക് അത് നൊന്തോവും അല്ലേ? ഞാൻ എത്ര ലൈവ് ഈ ജസ്ന സലീമിൻ്റെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുന്ന് ഓരോ എപ്പിസോഡ് കണക്കിന് ഷെബീനാരെ മോനെക്കുറിച്ചും ഷെബീനായെക്കുറിച്ചും പറയുന്നുണ്ട്. കോടതി വിലക്കിയിട്ട് പോലും വീണ്ടും പോയി അവിടെയൊക്കെ നിന്നും കൊണ്ട് കൃഷ്ണനെ മുത്തം കൊടുക്കുന്നതും ഒക്കെ റീൽസുകൾ വീണ്ടും ജസ്ന സലീം ഇടുന്ന കണ്ട്. ജസ്ന സലീം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇപ്പം കൈയൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്, കൈ ഞരമ്പ് മുറിച്ചെന്നും പറഞ്ഞ് പൊക്കി കാണിക്കുന്നുണ്ട്. ചിലപ്പം ബ്ലേഡ് മുറിഞ്ഞില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത സമയത്ത് ബ്ലേഡ് മുറിഞ്ഞ് കാണൂല. അപ്പോൾ ഓരോരുത്തരെ കുറിച്ചും പറയുമ്പോൾ ആ വാക്കുകളൊന്ന് സൂക്ഷിക്കുക. ജസ്ന സലീം എല്ലാ മക്കളെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പിന്നെ മക്കളെക്കുറിച്ചും ഒക്കെ നിരന്തരം വീഡിയോ ചെയ്യുമായിരുന്നു. പക്ഷേ അവരൊക്കെ പ്രതികരിച്ചത് വേറൊന്നും കൊണ്ടായിരിക്കില്ല. അവർ പ്രതികരിച്ചിട്ടുള്ളത് അമ്പലത്തിൽ ഇങ്ങനെ കയറിയ റീൽസ് ഇടുന്നതിനെക്കുറിച്ചും കേക്ക് കട്ട് ചെയ്തതിനെക്കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. പക്ഷേ നീ ഇരുന്ന് പറയണതും ഫുള്ള് അവരെ ആൾക്കാരെ വെച്ചിട്ടാണ്
വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഷെബീന ബീവിയുടെ മക്കളെക്കുറിച്ച്, മൂത്ത മോനെക്കുറിച്ച് വെറും അങ്ങേയറ്റമാണ് നീ ആക്ഷേപിച്ചിട്ടാണ് നീ ചെയ്തത്. ആ കുട്ടിയുടെ കണ്ണുനീര്, അത് ആ ഇളയ കുട്ടി പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്, അത് മറ്റത് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതിനൊന്നും വെളിയിൽ ഇറങ്ങണ്ടേ? നിനക്ക് എന്തും ചെയ്യാല്ലേ? ഇതിൻ്റെ മുന്നിൽ വന്നിരുന്നും കൊണ്ട് നിനക്ക് ഓരോന്നായിട്ടിരുന്ന് അങ്ങ് എന്തും വായി തോന്നണോ വിളിച്ച് പറയാല്ലേ? എന്നിട്ട് ഇപ്പം കൈഞ്ഞരമ്പ് മുറിച്ചെന്ന്. കറക്റ്റിനാണെങ്കിൽ ഷെബീനായൊക്കെയാണ് ചെയ്യാനുള്ളത്. അവരെ മക്കളെക്കുറിച്ചൊക്കെയാണ് അനാവശ്യം പറഞ്ഞത്. അപ്പോൾ അനാവശ്യം മറ്റുള്ളവരെ മക്കളെ അവരെ വീട്ടുകാരെയും വിളിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് വേണം വിളിക്കാൻ കേട്ടോ. ഈ ലൈവിലൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ അവരും പ്രതികരിക്കും.